Hello everybody, welcome back to Joe Talks Football. അങ്ങനെ പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം പ്രീമിയർ ലീഗ് ഈസ് ബാക്ക്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാച്ച് വീക്ക് 30യുടെ ഗെയിംസ് ഒക്കെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യാം. ആദ്യത്തെ ഗെയിം നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ആർസണൽ വേഴ്സസ് ഫുൾഹാം ആണ്. ഫുൾഹാം ക്രിസ്റ്റൽ പാലസുമായിട്ട് FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ 3-0 തോറ്റിട്ടാണ് ഈ മാച്ചിലേക്ക് വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ദേ ആർ ലോ ഓൺ കോൺഫിഡൻസ്. ഈ FA കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഡിഫീറ്റിന് ശേഷമാണ് ഈ ഗെയിമിലേക്ക് വന്നത്. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ടീമാണ് ഫുൾഹാം. നല്ല പാസിംഗ് ഗെയിമുള്ള ഒരു ടീമാണ് അവർ. വാട്ട് ദേ ലാക്ക് ഈസ് ഫിനിഷിംഗ്. അഗെയിൻ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ആർസണൽ ഓൺ ദ അതർ ഹാൻഡ് അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് കിട്ടിയിരുന്നു. സാക്ക എന്ന പ്ലെയർ ഹി വാസ് റിട്ടേണിംഗ് ടു ദിസ് ഗെയിം. ഐ കം സ്ട്രേറ്റ് ടു ദ പോയിന്റ്. ആർസണൽ ഈ ഗെയിം 2-1 എന്ന പൊസിഷനിൽ ജയിക്കുകയാണ്. പക്ഷേ അറ്റ് വാട്ട് കോസ്റ്റ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം ഈ ഗെയിമിൽ സാക്ക ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ 2 പ്ലെയർ ഇഞ്ചുറി ആവുകയാണ്. അതും ഗാബ്രിയേലും ടിംബറും. ഇനി വരാൻ പോകുന്ന മാച്ച് എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡുമായിട്ടാണ്. റിയൽ മാഡ്രിഡിലേക്ക് പോകുമ്പം എല്ലാ ആർസണൽ ഫാൻസിന്റെ കൂട്ട് ആകെയുള്ള ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് നല്ല ഡിഫൻസ് ആണല്ലോ എന്നുള്ളതായിരുന്നു. ഇപ്പം ഗാബ്രിയേൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് സീസൺ ഫുള്ള് ഔട്ടാണ്, ഒരു ഗെയിം പോലും കളിക്കാൻ പറ്റത്തില്ല. ടിംബറിന് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ ബിഗ് ലോസ്. കാരണം റിയൽ മാഡ്രിഡിന്റെ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അറ്റാക്കാണ്. വിനി, റോഡ്രി, എംബാപ്പെ എന്നീ പറയുന്ന പ്ലെയേഴ്സിന്റെ അതിമാരകമായ അറ്റാക്ക്. നമ്മുടെ ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാവുന്നത് ഡിഫൻസ് തന്നെയാണ്. ഗാബ്രിയേൽ, സലീബ, ടിംബർ, മൈൽസ് ലൂയിസ് കെല്ലി, പിന്നെ ബാക്കപ്പ് ആയിട്ട് നമുക്കുള്ള ആൾക്കാരും അത്ര മോശമല്ല, ബെൻ വൈറ്റ്. പക്ഷേ ഈ ഗെയിമിലേക്ക് പോകുമ്പം ഈ 2 പ്ലെയറുടെ മിസ് ഭയങ്കരമായിരിക്കും. എനിവേ, അത് സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഈ ഗെയിമിനെ പറ്റി നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആർസണൽ ഫസ്റ്റ് ഹാഫ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സാക്ക ഫസ്റ്റ് 11 ഇല്ലായിരുന്നു. ഈതൻ വന്യേറി തന്നെയായിരുന്നു ഫസ്റ്റ് 11 ഉണ്ടായിരുന്നത് സാക്കയുടെ ഇഞ്ചുറിയുടെ ഗ്യാപ്പിൽ. അങ്ങനെ ഗെയിം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആർസണൽ ഈസ് ഹാവിങ് എ വെരി ഗുഡ് പൊസിഷൻ. മിസ്സിംഗ് ആയി പോയ മാർട്ടിനെല്ലി, ഈ സീസണിൽ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആയിരുന്ന മാർട്ടിനെല്ലി ഈ ഗെയിമിൽ വളരെ ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. പുള്ളി ഒരു ബ്രസീലിയൻ പ്ലെയർ തന്നെയാണെന്ന് വീണ്ടും തെളിയുകയാണ്. പുള്ളിയുടെ ആ ഡ്രൈവ് ആൻഡ് റണ്ണും റണ്ണിങ് ബിഹൈൻഡ് ദ ലൈൻസും എല്ലാം ഈ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ 37th മിനിറ്റിൽ മിക്കൽ മെറീനോ ആർസണലിൻ്റെ രക്ഷകനാവുകയാണ്. ഒരു ഷോട്ട് എടുക്കുന്നു, അത് ഡിഫ്ലക്റ്റ് ആവുന്നു, ബട്ട് ഇറ്റ് ഗോസ്. അങ്ങനെ മിക്കൽ മെറീനോ ഈ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറായിട്ട് വന്നിട്ട് ടോട്ടൽ 5 ഗോളാണ് അടിച്ചിട്ടുള്ളത്. ഈ സീസണിൽ ആകെ മൊത്തം 6 ഗോളും 1 അസിസ്റ്റും. വളരെ ഹൈലി അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് മിക്കൽ മെറീനോ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതും അറ്റ് ദ ടൈം ഓഫ് അവർ നീഡ് ഹി റിയലി ഹെൽപ്ഡ് അസ്. മിക്കൽ മെറീനോനെ ആദ്യത്തെ കളിയിൽ പ്ലേസ് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഒരു പൊസിഷൻ നന്നായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്ന്. ബട്ട് ഗെയിം ആഫ്റ്റർ ഗെയിം ആഫ്റ്റർ ഗെയിം he proved himself. മിക്കൽ മെറീനോ ഈസ് നോട്ട് ദ ആൻസർ ടു അവർ സ്ട്രൈക്കർ ക്വസ്റ്റ്യൻ. ഒരിക്കലുമല്ല. ഈസാക്കിനെ പോലെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ട്രൈക്കർ നമുക്ക് മസ്റ്റാണ് സമ്മർ വിൻഡോയിൽ നമുക്ക് മേടിക്കുക എന്നുള്ളത്. ഒരിക്കലും മിക്കൽ മെറീനോ ഒരു ആൻസർ ആണ് എന്നല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരനെ ഏൽപ്പിച്ച ജോലി അതിഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ആസ് ആൻ ആർസണൽ ഫാൻ ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നു. എഗെയിൻ ഫുൾഹാമിന് പൊസിഷൻ അല്ലാതെ വേറൊന്നും ത്രട്ടനിങ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സെക്കൻഡ് ഹാഫിൽ എഗെയിൻ മാർട്ടിനെല്ലി ഒരുപാട് റൺ നടത്തുന്നു. മാർട്ടിനെല്ലി ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. കാരണം അത് ഡിസലവ് ആവുന്നു ഓഫ് സൈഡ് ആയതുകൊണ്ട്. പിന്നെ ഇതാ വരുന്നു സാക്ക. വന്യേറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സാക്കേനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. സാക്ക 66ാമത്തെ മിനിറ്റിലാണ് വരുന്നതെങ്കിൽ അധികം സമയമൊന്നും എടുക്കുന്നില്ല സാക്കയ്ക്ക് ഒരു ഗോൾ അടിക്കാൻ. എഗെയിൻ സാക്കയുടെ കട്ടിങ് ചെയ്ത് ഇങ്ങനെ കേർവ് ചെയ്യുന്ന ഗോളൊന്നും അല്ലായിരുന്നു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അസിസ്റ്റ് ഫ്രം മൈ ബോയ് മാർട്ടിനെല്ലി. മാർട്ടിനെല്ലിയുടെ അതിമനോഹരമായ ഒരു ബാക്ക് ഫ്ലിപ്പ്. അത് സാക്കേനെ കണ്ടെത്തുന്നു. ഫ്രീ ആയിട്ട് ഇങ്ങനെ സാക്കേനെ കണ്ടെത്തുന്നു. സാക്കയ്ക്ക് ഒറ്റ ജോലിയേ ഉള്ളൂ, അത് ഹെഡ് ചെയ്ത് അകത്തേക്ക് കയറ്റുക എന്നുള്ളത്. ഈ ഒരു ഗോള് സാക്കയുടെ ഒരു ട്രേഡ് മാർക്ക് ഗോൾ അല്ലായിരുന്നെങ്കിൽ പോലും ഇത് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ് അത് ഇറ്റ് വിൽ ബി ഹ്യൂജ്. കാരണം 3 മാസത്തെ ഇഞ്ചുറിക്ക് ശേഷമാണ് വരുന്നത്. വന്ന് കയറിയതും വിത്തിൻ 10 minutes ഗോൾ അടിക്കുന്നു. അത് കൊടുക്കുന്ന ആ ഒരു കോൺഫിഡൻസ്. ആ ഗോൾ അടിച്ച് കഴിഞ്ഞതും സാക്ക ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ ടീമിനെ പോയി ഹഗ് ചെയ്യുക എന്നുള്ളൊരു അതിമനോഹരമായ ഒരു ദൃശ്യമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഇറ്റ് ഷോസ് ദാറ്റ് ആർസണൽ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഇറ്റ്സ് ലൈക്ക് എ ഫാമിലി എന്ന്.
അതിന് ഒരുപാട് നമുക്ക് ആർട്ടറ്റയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. ഇങ്ങനൊരു എക്കോ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ അർട്ടറ്റ ചെയ്യുന്ന ഒരു വർക്ക് ഇറ്റ്സ് അണ്ടർ റേറ്റഡ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ 2-0 എന്ന പൊസിഷനിൽ ഇങ്ങനെ തന്നെ ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഗെയിം 90th മിനിറ്റ് വരേക്കും പോകുന്നു. ഇഞ്ചുറി ടൈമിൽ എന്നാൽ ഫുൾഹം ഒരു അഡ്വാൻസ് റണ്ണ് നടത്തിയിട്ട് മുനിയസ് ഒരു ഗോൾ അടിക്കുന്നു. ദിസ് ഗോൾ റിയലി വറീസ് മീ. കാരണം അതൊരു ഹാഫ് ചാൻസ് ആയിരുന്നു മുനിയസിൻ്റെത്. ഓക്കെ, ഹാഫ് ചാൻസ്. ആ ഹാഫ് ചാൻസ് മിക്കേൽ മെറീനോ ഫസ്റ്റ് ഗോളിൽ ഷൂട്ട് എടുത്തതിൻ്റെ കൂട്ട് തന്നെ മുനിയസ് ഷൂട്ട് ചെയ്യുന്നു. അത് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല സലീബ. ഹീസ് ടു ലേറ്റ് ടു ക്ലോസ് ഹിം ഡൗൺ. ഷോട്ട് എടുക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നു. ആ ഷോട്ട് എഗെയിൻ സലീബയിൽ തട്ടിയിട്ട് ഡിഫ്ലക്റ്റ് ആയിട്ട് അകത്തേക്ക് പോകും. വൈ ദിസ് ഗോൾ വറീസ് മീ ഈസ് കാരണം ഗ്യാബ്രിയലിനെ പോലൊരു പ്ലെയർ മിസ്സിംഗ് ആണ്, ടിംബറിനെ പോലുള്ള പ്ലെയർ മിസ്സിംഗ് ആണ് ഗോയിങ് ഇൻ ടു റിയൽ മാഡ്രിഡ് ഗെയിം. ആ ഗെയിമിലേക്ക് ചെല്ലുമ്പോൾ ട്രസ്റ്റ് മീ, ഈ വിനി, റോഡ്രി, എംബാപ്പെ, ദീസ് പ്ലെയേഴ്സ് ദേ ഡോണ്ട് നീഡ് എ സെക്കൻഡ് ഇൻവിറ്റേഷൻ to take a half chance. They will take it instantly. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവർ പ്ലെയേഴ്സ് സലീബ, ഗ്യാബ്രിയൽ, they should be very fast, very sharp. ഗ്യാബ്രിയൽ ഇല്ല, അതെനിക്കറിയാം. ഞാൻ പറയാണ് whoever is going to fill that position. ഇപ്പോൾ കിവിയോർ ആണെങ്കിലും ബെൻ വൈറ്റ് ആണെങ്കിലും ആരാണെങ്കിലും whoever is going to fill that position, they need to be very sharp. ഇപ്പോൾ ഉള്ള ഷാർപ്നെസ്സിൻ്റെ 100 ഇരട്ടി ആയിരിക്കണം if they need to handle Vini, Rodri, Mbappe, all these players. ഇവിടെയാണ് this is why it worries me. ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. 90th മിനിറ്റായി ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ഇപ്പം ആ ഗോള് ഹാഫ് ചാൻസ് അടിച്ചിട്ട് ഗോള് കയറുകയാണെങ്കിൽ വി ലോസ് ദ ടൈ, വി വിൽ ലൂസ് ദ ടൈ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. 2-1 നമ്മൾ ബെർണബൌവിൽ പോവുകയാണെങ്കിൽ 100% റിയൽ മാഡ്രിഡ് ആർ ഗോയിങ് ത്രൂ. സോ വി നീഡ് ടു ബി at our very 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 best when Real Madrid is coming to Emirates. ഇപ്പോൾ സലീബ കൊടുത്ത പോലെ ചാൻസസ് ഒന്നും ലാസ്റ്റ് മിനിറ്റിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ആ എത്ര മിനിറ്റ് കളിക്കുന്നോ അത്രയും മിനിറ്റ് 150% കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. There should not be any lapse of concentration in any second of the game. That's how top quality Real Madrid team are. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഗെയിമിലേക്ക് കിടക്കാം. ഈ ഗെയിം ആർസണൽ 2-1 എന്ന് ഫിനിഷ് ചെയ്തപ്പോൾ ലിവർപൂളിന് ഇപ്പോഴും ഒരു കളി കളിക്കാനുണ്ടായിരുന്നു. അപ്പം കറൻ്റ്ലി ആർസണലും ലിവർപൂളും തമ്മിലുള്ള ഗ്യാപ്പ് വേറെ 9 points ആയിരുന്നു. സോ അതങ്ങനെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഹോപ്പ്ഫുൾ ആയിരുന്നു ഞാൻ. കാരണം ഇനി കളിക്കാനുള്ളത് 9 കളി. ഇനി കളിക്കാൻ പോകുന്ന കളി ലിവർപൂൾ എവർട്ടണുമായിട്ടാണ്. മേഴ്സിസൈഡ് ഡാർബി. എവർട്ടൻ്റെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് 2-2 തളച്ചാണ് ലാസ്റ്റ് മാച്ച്. അങ്ങനെ ആ ഒരു നല്ല ഹോപ്പ്ഫുള്ളായിട്ടാണ് ഞാൻ ആ മാച്ച് കണ്ടത്. ഫസ്റ്റ് ഹാഫ് വരേക്കും സൂപ്പർ. ലിവർപൂൾ വേഴ്സസ് എവർട്ടൺ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവർട്ടൺ ഷുഡ് ഹാവ് സ്കോർഡ് അറ്റ്ലീസ്റ്റ് 1 goal. 2 ക്ലിയർ കട്ട് ചാൻസ് ആണ് ബെൻറ്റോ എന്ന പ്ലെയറിന് കിട്ടിയത്. അതിൽ ഒരെണ്ണം സ്കോർ ചെയ്തു, ബട്ട് ഇറ്റ് വാസ് ഓഫ് സൈഡ്. അത് വിട്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലിയർ കട്ട് ചാൻസ് കിട്ടുന്നു, ഷൂട്ട് എടുക്കുന്നു, അത് പോസ്റ്റിൽ തട്ടി വെളിയിൽ പോകുന്നു. ലിവർപൂളും ചാൻസസ് ക്രിയേറ്റ് ചെയ്തില്ലെന്നല്ല പറയുന്നത്. ലിവർപൂളും ഫസ്റ്റ് ഹാഫിൽ നല്ലതായിട്ട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ എവർട്ടൺ ദേ വർ മോർ ക്ലിനിക്കൽ എന്ന് തന്നെ നമുക്ക് പറയണം ഫസ്റ്റ് ഹാഫിൽ. പക്ഷെ കഥയെല്ലാം മാറി സെക്കൻഡ് ഹാഫിൽ. ഒരൊറ്റ ഷോട്ട് എവർട്ടൺ എടുക്കാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫിൽ. ആകെ മൊത്തം ഷോട്ട് എവർട്ടൻ്റേത് 5 ഷോട്ടായിരുന്നു ടോട്ടൽ ഗെയിമിൽ. ഈ 5 ഷോട്ടും ഫസ്റ്റ് ഹാഫിലാണ് വന്നത്. സെക്കൻഡ് ഹാഫിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ലിവർപൂൾ വെയർ ഓൺ ടോപ്പ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. ആൻഡ് ദിസ് ഈസ് വൈ ലിവർപൂൾ ആർ ഇൻ ദ ടോപ്പ് ഓഫ് ദ ലീഗ്. ഗെയിം അങ്ങ് കംപ്ലീറ്റ്ലി അണ്ടർ ലിവർപൂൾ കൺട്രോൾ. അങ്ങനെ കുറേ പ്രഷർ ഇങ്ങനെ പൈലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ലിവർപൂൾ സെക്കൻഡ് ഹാഫിൽ. അതിന് ഡിയോഗോ ജോട്ട ഹി ഫൈൻസ് എ റിസൾട്ട്. ആ ഗോൾ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആർസണൽ ജാക്ക് വിൽഷർ നോർവിച്ച് സിറ്റിക്കെതിരെ ഒരു ഗോൾ അടിച്ചായിരുന്നു. വളരെ ക്വിക്ക് സെക്ഷൻ ടക്ക് 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 ആ ഒരു പാസിലൊരു ഗോൾ. ഏതാണ്ട് അത് അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ഗോൾ അല്ലായിരുന്നെങ്കിൽ പോലും ലൂയിസ് ഡിയാസിൻ്റെ ലേ ഓഫ് ചെയ്തുള്ള ഒരു വെപ്പും അത് ഡിയോഗോ ജോട്ട ഡാൻസ് ചെയ്ത് 2 പ്ലെയറിനെ ഡാൻസ് ചെയ്ത് പെനാൽറ്റി ബോക്സിലേക്ക് അകത്തേക്ക് വരുന്നു, ഒരു ഷോട്ട് എടുക്കുന്നു. ബ്യൂട്ടിഫുൾ ഇൻഡിവിജ്വൽ എഫേർട്ട്. സൂപ്പർ ഗോൾ. അങ്ങനെ 1-0 എന്ന് ലിവർപൂൾ അഡ്വാൻറ്റേജ് എടുക്കുന്നു. അത് കഴിഞ്ഞും ഒരുപാട് ഷോട്ട് ലിവർപൂൾ എടുക്കുന്നു.
ലിവർപൂൾ ടോട്ടൽ ഡോമിനേഷൻ അൺടിൽ ദ 90th മിനിറ്റ്. അത് കഴിഞ്ഞ് ഇഞ്ചുറി ടൈം എല്ലാം നോ ത്രെറ്റ് വാട്ട്സോ എവർ ഫ്രം എവർട്ടൺ സൈഡ്. അങ്ങനെ ലിവർപൂൾ 1-0 എന്ന് പറഞ്ഞ് എവർട്ടൺ ഗെയിമുമായിട്ട് ജയിക്കുന്നു. അങ്ങനെ ലിവർപൂൾ ആർ സ്റ്റിൽ മെയിൻറ്റെയിനിങ് 12 point ഗ്യാപ്പ്. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ കുറേ കാൽക്കുലേഷൻ ഇങ്ങനെ ആർസണൽ ഫാൻസ് അല്ലേ ഡെലൂഷൻ എന്നൊക്കെ നിങ്ങൾ വിളിക്കും, അതൊന്നും പ്രശ്നമല്ല. ഇങ്ങനെ തലയിൽ ഇങ്ങനെ പോകുമായിരുന്നു. ആർസണലിന് ഇപ്പോൾ 61 points, ലിവർപൂൾ ഈ കളി ഡ്രോ ആണെങ്കിൽ ദേ വിൽ ലൂസ് 2 points, ദ ഡിഫറൻസ് ഈസ് ഓൺലി 10 points എന്ന്. ആൻഡ് ദർ ഇസ് 8 games to go എന്നൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാൽക്കുലേഷനൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ യുനോ ഇറ്റ്സ് ഗിവിങ് മീ ഹോപ്പ്. അപ്പോൾ എനിക്കിങ്ങനെ ഹോപ്പ് തരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കൺഫ്യൂസിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വരുമ്പോൾ ഞാൻ ഉടനെ വർക്ക് ബുക്ക് എടുത്ത് നോക്കും എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന്. അപ്പം ഞാൻ പോയ വഴികളിലൂടെ ഞാൻ നിങ്ങളെ കൂടെ കൊണ്ടുപോകാം. ഓക്കെ, സോ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആർസണലിനും ലിവർപൂളിനെ വരാൻ പോകുന്ന ഗെയിമുകൾ നോക്കി. ലിവർപൂളിന് എത്ര കളി ബാക്കിയുണ്ട്, ആർസണലിന് എത്ര കളി ബാക്കിയുണ്ട്, വാട്ട് ഈസ് ദ ബെസ്റ്റ് കേസ് സിനാരിയോ, വാട്ട് ഈസ് ദ വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അത് ഞാൻ ചെയ്തു. എനിക്ക് അതിൻ്റെ ആൻസറും കിട്ടി. നമുക്ക് നോക്കാം അതെന്താന്ന്. ലിവർപൂളും ആർസണലും കളിച്ച കളികളുടെ എണ്ണം 30. ഇനി ബാക്കിയുള്ള ഗെയിംസ് 8. അതിൽ ആർസണലിന് 4 ഹോം 4 എവേ, ലിവർപൂളിനും സെയിം തന്നെ 4 ഹോം 4 എവേ. ഇനി ആരൊക്കെയാണ് ഈ അടുത്ത 8 മാച്ചസ് ആർസണലിൻ്റെ, ആരൊക്കെയാണ് അടുത്ത 8 മാച്ച് ലിവർപൂളിൻ്റെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആർസണലിൻ്റെ എവർട്ടൺ, ബ്രെൻഫോർഡ്, ഇപ്സ്വിച്ച്, ക്രിസ്റ്റൽ പാലസ്, ബോൺമത്ത്, ലിവർപൂൾ, ന്യൂകാസിൽ, സൗത്ത്ഹാംപ്ടൺ. ലിവർപൂളിൻ്റെത് ഫുൾഹാം, വെസ്റ്റ് ഹാം, ലെസ്റ്റർ, ടോട്ടൻഹാം, ചെൽസി, ആർസണൽ, ബ്രൈറ്റൺ, ക്രിസ്റ്റൽ പാലസ്. ഇങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ലിവർപൂളിനാണ് കുറച്ചുകൂടെ ടഫർ റൺ. ടോട്ടൻഹാമിനെ ഫേസ് ചെയ്യണം, ചെൽസിനെ ഫേസ് ചെയ്യണം, ആർസണലിനെ ഫേസ് ചെയ്യണം, ബ്രൈറ്റനെ ഫേസ് ചെയ്യണം. ഇത് 4 ടഫ് ഗെയിംസ് തന്നെയാണ്, വെരി ടഫ് ഗെയിംസ്. ഓക്കെ, പക്ഷേ അതേസമയം ആർസണലിൻ്റെ ഗെയിം നോക്കുവാണെങ്കിൽ അതിൽ ടഫസ്റ്റ് എന്ന് പറയാവുന്ന 2 ഗെയിമേ ഉള്ളൂ. ഒന്ന് ലിവർപൂളും ഒന്ന് ന്യൂകാസിലും. ഈ 2 ഗെയിം ഭയങ്കര ടഫാണ്. അതല്ലാതെ ഈ ഒരു റണ്ണിൻ നോക്കുമ്പോൾ ലിവർപൂൾ ഹാസ് എ ടഫർ റണ്ണിൻ ദാൻ ആർസണൽ. ഓക്കെ, ക്ലിയർ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, കാരണം ലിവർപൂൾ ആർ 12 points ക്ലിയർ. ഇതിൽ എവിടെയെങ്കിലും ലിവർപൂൾ 12 points ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ അടുത്തത് നോക്കിയത്. അപ്പോൾ ഞാൻ നോക്കി ബെസ്റ്റ് കേസ് സിനാരിയോ, വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ബെസ്റ്റ് കേസ് സിനാരിയോയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? ബെസ്റ്റ് കേസ് സിനാരിയോ ആർസണലിൻ്റെ നോക്കുമ്പോൾ ആർസണൽ, എവർട്ടൺ, ബ്രെൻഫോർഡ്, ഇപ്സ്വിച്ച്, ക്രിസ്റ്റൽ പാലസ്, ബോൺമത്ത് ഇവരെല്ലാവരും ജയിക്കണം. ലിവർപൂൾ, ന്യൂകാസിൽ ഡ്രോ ആണെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, സൗത്ത്ഹാംപ്ടൺ ജയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വരാൻ പോകുന്ന 8 കളികളിൽ നിന്ന് ആകെ 2 പോയിന്റ് ലൂസ് ചെയ്യത്തുള്ളൂ. മൊത്തം പോയിന്റ് ലൂസ് ആവുന്നത് 4. ഓക്കെ, 4 പോയിന്റ് ലൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ലിവർപൂളിൻ്റെ ബെസ്റ്റ് കേസ് സിനാരിയോ നോക്കാം. ലിവർപൂൾ ഇതെല്ലാം ജയിക്കും ഷുവർ. അഥവാ അവർ ചെൽസിയോ ആർസണലുമായിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്താൽ പോലും മൊത്തം പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത് 4. ബാക്കി ബ്രൈറ്റണും ക്രിസ്റ്റൽ പാലസുമായിട്ട് അവർ ഈസി ആയിട്ട് ജയിക്കണം. അങ്ങനെ നോക്കുവാണെങ്കിലും ലിവർപൂളും 4 പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു, ആർസണലിലും 4 പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ആർസണലിന് പ്രീമിയർ ലീഗ് എടുക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഓക്കെ, 4 പോയിന്റ് ഇവരും ലൂസ് ചെയ്യുന്നു, 4 പോയിന്റ് അവരും ലൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിലും ആ 12 point ഗ്യാപ്പ് അത് അവിടെ അങ്ങനെ തന്നെ കാണും. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, ആർസണലിൻ്റെ ബെസ്റ്റ് കേസ് സിനാരിയോ നമുക്കൊന്ന് നോക്കാം. ലിവർപൂളിൻ്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഈ 3 കളി അവർ ജയിക്കുന്നു എന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞ് ടോട്ടൻഹാം, ചെൽസി, ആർസണൽ, ബ്രൈറ്റൺ ഇതെല്ലാം അങ്ങ് തോക്കുന്നതെന്ന് വിചാരിക്കുക. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തര. അങ്ങനെയാണെങ്കിൽ 12, അതായത് 12 points ആണ് ലിവർപൂള് ലൂസ് ചെയ്യാൻ പോകുന്നത്. ഉള്ള ഗ്യാപ്പ് അത് തന്നെയാണ് 12 point. അങ്ങനെ 12 point ലൂസ് ചെയ്താൽ പോലും ഓക്കെ ആർസണലിന്റെ ബെസ്റ്റ് കേസിൽ എല്ലാ കളികളും ജയിക്കുന്നു അങ്ങ് വിചാരിക്കുക. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. എല്ലാ കളിയും ജയിക്കുന്നു. എന്നാൽ ലിവർപൂളിന്റെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ 4 കളി തോക്കുന്നു. ടോട്ടൻഹാം, ചെൽസി, ആർസണൽ, ബ്രൈറ്റൺ ഈ കളികളെല്ലാം തോക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പോലും ആർസണലിന് കപ്പെടുക്കാൻ പറ്റത്തില്ല. കാരണം ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്ന പോയിന്റ് ഈക്വൽ ആവും. പക്ഷേ ഇപ്പോഴത്തെ കറണ്ട് ഗോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 13 പോയിന്റാണ്. അങ്ങനെയാണെങ്കിൽ ആർസണൽ ഓരോ കളിയിലും 1.6 ഗോൾ വിത്തൗട്ട് റിപ്ലൈ അടിക്കണം.
അതായത് 2 ഗോള്, മിനിമം 2 ഗോള് എല്ലാ കളികളിലും അടിക്കണം ലിവർപൂളിൻ്റെ ഗോൾ ഡിഫറൻസ് താണ്ടി പോകാൻ. ചുരുക്കം പറഞ്ഞാൽ ആർസണൽ എല്ലാ കളി ജയിക്കാൻ വേണം. വെറുതെ ജയിച്ചാൽ പോരാ, 2 അതിൽ കൂടുതലോ ഗോൾ അടിച്ച് ഒരു റിപ്ലൈ പോലും ഇല്ലാതെ ജയിക്കുകയും വേണം. അതുപോലെ തന്നെ ലിവർപൂള് ഈ പറയുന്ന 4 കളികൾ തൂക്കുകയും വേണം. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടി, ആർസണൽ കപ്പ് എടുക്കത്തില്ല എന്ന്. ലിവർപൂളിന് ഇനി വരാൻ പോകുന്ന ഗെയിംസ്, അതായത് ടോട്ടനാം വരേക്കും വരാനുള്ള ഗെയിംസ് വളരെ ക്രൂഷ്യലാണ്. ഒരു പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാതെ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ അവരുടെ പാതി ജോലി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. പിന്നെ ഉള്ളത് ടോട്ടനാം, ചെൽസി, ആർസണലാണ്. അതത്രയും ഈ പറയുന്ന ടോട്ടനാം വരേക്കുമുള്ള ഗെയിം ജയിക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി വെരി ഈസി ഫോർ ലിവർപൂൾ. കാരണം ലിവർപൂളിന് വേറെ കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. FA കപ്പിൽ നിന്ന് ഔട്ടായി, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് ഔട്ടായി. ഇനി അവർക്ക് ആകെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരൊറ്റ കോമ്പറ്റീഷനേ ഉള്ളൂ, അത് പ്രീമിയർ ലീഗാണ്. അവർക്ക് നല്ല ഹെൽത്തി ലീഡുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതിൻ്റെ തൊട്ട് 12 പോയിൻറ്റ്